നമസ്കാരം. സുഭാഷിതം ഡിജിറ്റൽ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ സമൂഹത്തിൻ്റെ വ്യത്യസ്തമായ വിഷയങ്ങൾ അവതരിപ്പിക്കുന്നു. ഇപ്പോൾ അവതരിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം, ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണേ. എല്ലാവരും കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, സംഭാവനകളൊക്കെ അയച്ചു തരണം, പരസ്യം നൽകണം. ചാനലിനെ പിടിച്ചു നിർത്തുന്നത് ജനങ്ങളാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ പറയുന്നൊരു വിഷയം, കഴിഞ്ഞ പല ദിവസങ്ങളായി പത്രങ്ങളിൽ വന്നിട്ടുള്ളൊരു വാർത്തയാണ്. അതായത് SSLC പരീക്ഷയുടെ മൂല്യനിർണ്ണയം നടത്തിയിട്ട് 5 മാസത്തോളം കഴിയുന്നു. അവർക്ക് മൂല്യനിർണ്ണയവും എല്ലാം കഴിഞ്ഞിട്ടും അവർക്ക് ശമ്പളമല്ല, അതിൻ്റെ ആ തുക ഇൻസെൻറ്റീവ് അവർക്ക് കൊടുത്തിട്ടില്ല. 9,000 മുതൽ 15,000 രൂപ വരെയാണ് ഓരോരുത്തർക്ക് കിട്ടാനുള്ളത്. അത് ഓണത്തിന് കിട്ടുമെന്നാണ് അവർ വിചാരിച്ചത്. ഓണത്തിന് മുമ്പേ ഫയൽ ധനകാര്യമന്ത്രിയുടെ ഓഫീസിൽ വന്നു എന്നൊക്കെയാണ് വിശേഷങ്ങൾ വന്നത്. പക്ഷേ ഓണത്തിന് 10-12,000 കോടി രൂപ എല്ലാവർക്കും കൊടുക്കുന്നതിനിടയിൽ ചിലപ്പോൾ ചില പൈസയൊക്കെ ഫയലൊക്കെ നീക്കിവെക്കും. കാരണം ഒരു സംവിധാനത്തിനകത്തല്ലേ നമുക്കെല്ലാം ചെയ്യാൻ പറ്റും. 12,000 കോടി രൂപ ഓണത്തിന് വേണമായിരുന്നു, 18,000 കോടി രൂപ വേണമായിരുന്നു. അപ്പോൾ അതിൽ സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ വരുമ്പോണ്ട്. പക്ഷേ ഓണം കഴിഞ്ഞു, ഇനിയിപ്പോൾ അവർക്കത് കൊടുക്കണം. 72 കേന്ദ്രീകൃത മൂല്യനിർണ്ണയ കേന്ദ്രത്തിൽ 38.42 ലക്ഷം ഉത്തരക്കടലാസുകളാണ് മൂല്യനിർണ്ണയം നടത്തുന്നത്. പൊതുവിദ്യാഭ്യാസ വകുപ്പാണ് പണം നൽകേണ്ടത്. കഴിഞ്ഞ വർഷവും മൂല്യനിർണ്ണയത്തിന് വേതനം വൈകിയിരുന്നു. അത് ഇനി നമുക്ക് മൂല്യനിർണ്ണയം നടത്തിയാൽ പരമാവധി പെട്ടെന്ന് ആ വേതനം കൊടുക്കാനുള്ള സംവിധാനം. പക്ഷേ ചില യൂണിവേഴ്സിറ്റികൾ മൂല്യനിർണ്ണയം ഇപ്പോൾ പൈസ കൊടുക്കുന്നില്ല കേട്ടോ. അങ്ങനെയുണ്ട്. യൂണിവേഴ്സിറ്റികൾ പറയുന്നത് ഇത് അധ്യാപകരുടെ ഡ്യൂട്ടിയാണ്, പൈസ കൊടുക്കുന്നില്ല. അങ്ങനെ ഒരു വിശേഷവും ഉണ്ട്. കഴിഞ്ഞ ഏപ്രിൽ 3 മുതൽ 29 വരെ 2 സെഷനുകളിലായിട്ടാണ് SSLC മൂല്യനിർണ്ണയം നടന്നത്. മെയ് 9 ഫലവും പ്രഖ്യാപിച്ചു. കഴിഞ്ഞ മെയ്യിൽ 26 മുതൽ 29 വരെ പുനർമൂല്യനിർണ്ണയവും നടന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞു. 80 മാർക്കുള്ള വിഷയങ്ങളുടെ പേപ്പർ 1-ന് 8 രൂപയും 40 മാർക്കുള്ള വിഷയങ്ങളുടെ പേപ്പർ 1-ന് 6.5 രൂപയുമാണ് പ്രതിഫലം ലഭിക്കുക. ഒരു ദിവസം 80 മാർക്കുള്ള വിഷയങ്ങളുടെ 24 പേപ്പറുകളും 40 മാർക്കുള്ള വിഷയങ്ങളുടെ 38 പേപ്പറുകളും മൂല്യനിർണ്ണയം നടത്തുന്നതാണ് രീതി. 1950 അഡീഷണൽ ചീഫ് എക്സാമിനർമാർ, 9,000 അസിസ്റ്റൻറ്റ് എക്സാമിനർമാർ, 72 IT മാനേജർമാർ, 144 ഡേറ്റ എൻട്രി ഓപ്പറേറ്റർമാർ, 216 ക്ലറിക്കൽ തസ്തികയിലുള്ള എന്നിവർ മൂല്യനിർണ്ണയത്തിൽ പങ്കെടുത്തിരുന്നു. മൂല്യനിർണ്ണയ ക്യാമ്പ് അവസാനിച്ചു. ദിവസം തുക നൽകുകയാണ് സാധാരണ പണ്ടെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. ക്യാമ്പ് അവസാനിച്ച് പോകുമ്പോൾ അവർക്ക് പൈസ കിട്ടും. അങ്ങനെ ഒരു രീതി ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് അങ്ങനെ കഴിയുന്നില്ല, ആദ്യകാലങ്ങളിൽ ചെയ്യുന്നത്. എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇതിന് മാറ്റം വന്നിട്ടുണ്ട്. 3 വർഷമായി തുക ലഭിക്കുന്നത് ഏറെ വൈകിയാണ്. കഴിഞ്ഞ 3 വർഷമായിട്ട് ഈ വിഷയമുണ്ട്. കഴിഞ്ഞ വർഷം മൂല്യനിർണ്ണയത്തിലുള്ള വേതനം 3 മാസവും കിട്ടാൻ 7 മാസവും വൈകി. വിദ്യാർത്ഥികളിൽ നിന്ന് പരീക്ഷാ ഫീസ് ഈടാക്കുമ്പോൾ മൂല്യനിർണ്ണയ തുകയും ചേർത്താണ് വിദ്യാഭ്യാസ വകുപ്പ് വാങ്ങുന്നത്. അവിടെയാണ് വിഷയം. അതുകൊണ്ട് തന്നെ അധ്യാപകർക്ക് ഇതിനൊരു വലിയ സങ്കടമുണ്ട്. പരീക്ഷാ ഭവനാണ് അധ്യാപകരുടെ വേതനം നൽകേണ്ടതെന്നാണ് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ വാദം. ധനവകുപ്പിൽ നിന്ന് തുക ലഭിക്കാനുണ്ടാകുന്ന കാലതാമസമാണ് പ്രശ്നത്തിന് കാരണമെന്നും വകുപ്പ് പറയുന്നത്. അപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിന് നേരിട്ട് ഇതിനകത്തൊന്നും ചെയ്യാനില്ല, പരീക്ഷാ ഭവനാണ് ചെയ്യേണ്ടതെന്നുള്ളത് വിദ്യാഭ്യാസ വകുപ്പ് പറയുന്നത്. അപ്പോൾ ധനവകുപ്പിൽ നിന്നാണ് പണം വരേണ്ടത്. ചുരുക്കത്തിൽ ഗവൺമെൻറ് സംവിധാനങ്ങളിൽ നിന്നാണ് ഇതെല്ലാം വരേണ്ടത്. അപ്പോൾ എന്തായാലും ഒരു പരിതാപമായ ഒരു സങ്കടം. കാരണം നമ്മൾ ഒരു ജോലി ചെയ്തിട്ട് അതിന് 5 മാസം കഴിഞ്ഞിട്ട് ശമ്പളം കിട്ടില്ല എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്നൊരു സങ്കടം ഉണ്ടല്ലോ. അപ്പോൾ ആ സങ്കടമാണ് അവർ പറയുന്നത്. അപ്പോൾ എനിക്ക് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട അധ്യാപകൻ എനിക്ക് അയച്ചു തന്നതാണ് ഈ വിശേഷങ്ങൾ. അത് മാതൃഭൂമി, മനോരമ, സുപ്രഭാതം എല്ലാ പത്രങ്ങളിലും ഈ വാർത്ത വന്നിരുന്നു. ഇത്രയും ആദ്യമായിട്ടാണ് വൈകുന്നത്. അപ്പോൾ അത് വൈകാതെ നോക്കാൻ അവർക്ക് പൈസ കൊടുക്കണം. മൂല്യനിർണ്ണയവും SSLC നടത്തിയവരുടെ പണം ദയവായി ഗവൺമെൻറ് അടിയന്തരമായി കൊടുക്കണം. ഇതിനകം കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഇന്നലെയും എനിക്ക് മെസ്സേജ് വന്നത് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. സാങ്ഷൻ ചെയ്തിട്ടുണ്ടെങ്കിലൊക്കെ, ഇല്ലെങ്കിൽ അടിയന്തരമായ ആ തുക സർക്കാർ അനുവദിക്കണം എന്നൊരു അഭ്യർത്ഥനയാണ് നമുക്ക് പ്രധാനപ്പെട്ട ധനമന്ത്രിയോടും ബന്ധപ്പെട്ടവരോടും പറയുവാനുള്ളത്.